കാലങ്ങളായിട്ടും നന്നാക്കാൻ നടപടിയില്ലാതെ വയനാട് ചുരിയാറ്റ മണിയങ്കോട് റോഡ് സമീപ പ്രദേശത്തുള്ള ക്വാറിയിൽ നിന്നും പോകുന്ന ലോറികളാണ് റോഡ് പൊട്ടിപ്പൊളിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ചൂരിയാറ്റക്കാർക്ക് പ്രദേശത്തു നിന്നും കൽപ്പറ്റ ടൗണിലേക്ക് എത്താനുള്ള പ്രധാന മാർഗമാണ് ചൂരിയാറ്റ മണിയങ്കോട് റോഡ്. വർഷങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. സമീപ പ്രദേശത്തുള്ള ക്വാറിയിൽ നിന്നും നിരവധി ലോറികളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. ഇതിൽ നാട്ടുകാർ നേരത്തെ മുതൽ തന്നെ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. എന്നാൽ യാതൊരു വിധത്തിലുള്ള മറുപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രദേശവാസികൾ വാഹനങ്ങളടക്കം തടഞ്ഞ് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇവിടെയുള്ള ജനങ്ങൾ ഈ യാത്രാ ദുരിതം വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു വാഹനം വിളിച്ചാലും കൽപ്പറ്റയിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല. ഇനി അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ കൊല്ലുന്ന പൈസ വാങ്ങും. വരാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അതൊന്ന്. പിന്നെ അതേപോലെ തന്നെ ജനങ്ങളുടെ തലയിൽ കല്ല് വീഴുകയാണ്. സൈഡിലൊക്കെ കല്ല് വീഴുന്നു. ഈ വലിയ ടിപ്പറിൽ അമിതമായി ലോഡ് കയറ്റി പോയിട്ട് ആ കല്ല് മറിഞ്ഞ് യാത്രക്കാരെ കാൽനട യാത്രക്കാരെ വീഴ്ത്തും. അതേപോലെ തന്നെ അല്ലാതെ ഇപ്പം ഒരു വാഹനം പോവുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ പുറത്ത് വരെ വീഴുന്നൊരവസ്ഥയാണുള്ളത്. പിന്നെ സ്കൂൾ ബസ്സുകൾ ഇഷ്ടംപോലെ പോകുന്ന റോഡാണത്. അവിടെ ആ നമ്മളുടെ മണിയങ്കോട് പാലം അതിൻ്റെ അടിയെല്ലാം ദ്രവിച്ച് കിടക്കുക, കമ്പി കാണുന്ന അവസ്ഥയാണ്. അത് ഒരു സ്കൂൾ ബസ്സൊക്കെ അവിടെ നിന്ന് എങ്ങാനും മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമാണ്. കാരണം അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഭീകരമായ അവസ്ഥ നിലനിൽക്കുന്നു. അതേപോലെ തന്നെ ഈ അന്തരീക്ഷം മുഴുവൻ ഈ ചൂരിയാറ്റ, പൊന്നട, മണിയങ്കോട്, അതേപോലെ തന്നെ വെങ്ങപ്പള്ളി, ഈ കോറി തുടങ്ങി ഇവിടുന്ന് അങ്ങോളം വരുന്ന പ്രകൃതിയിലെ വായു മുഴുവൻ സിലിക്ക കൊണ്ട് നിറഞ്ഞിരിക്കുക. വിദ്യാലയത്തിലേക്കടക്കം ഈ പൊടി നിറഞ്ഞ വഴിയിലൂടെയാണ് കുട്ടികൾ നടന്നു പോകുന്നത്. അസുഖം വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ വേണം ടൗണിലേക്ക് എത്താൻ. ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ വിളിച്ചാൽ വരാൻ മടിക്കും. വരുന്നവർ തന്നെയാകട്ടെ വലിയ വാടകയാണ് ചോദിക്കുക. പ്രദേശത്ത് ക്വാറി മാഫിയയും സജീവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, വയനാട്.